ദുൽഖർ സൽമാൻ മൂവിയായ ലക്കി ഭാസ്കർ തിയേറ്ററിൽ എത്തിയിട്ട് 38 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ ഇന്ന് പൂർത്തിയാവുമ്പോൾ ചിത്രം OTTയിൽ റിലീസായിട്ടും 10ൻ്റെ അടുത്ത് ദിവസമായിട്ടുണ്ട്. ഇപ്പോഴും ഈ ഒരു സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ എന്ത് സംഭവിക്കുന്നു, തിയേറ്ററിൽ ആളുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രി മാറ്റി നിർത്തിയാൽ ഈ ഒരു ചിത്രത്തിന് കേരളത്തെക്കാൾ കൂടുതൽ കളക്ഷൻ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുമാണ്. ആ ഒരു ഏരിയയിൽ എന്താണ് ഈ ഒരു സിനിമയ്ക്ക് 38ാമത്തെ ദിവസം ശനിയാഴ്ച സംഭവിക്കുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സമയം ഏകദേശം 6:30 ഒക്കെ ആകുമ്പോൾ ബുക്ക് മൈ ഷോപ്പിലൂടെ ഞാൻ എടുത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചെന്നൈയിൽ കളിക്കുന്ന എല്ലാ ഷോകളും ഫാസ്റ്റ് ഫില്ലായിട്ട് മുന്നോട്ട് പോകുന്നു. ഏകദേശം എല്ലാ ഷോകളും ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകളെല്ലാം ഹൗസ്ഫുൾ വരെ അടിക്കുമെന്ന് തന്നെയാണ് ബുക്ക് മൈ ഷോ ആപ്പ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. അത്തരത്തിലുള്ള നല്ല ആളാണ് ഈ ഒരു സിനിമയ്ക്ക് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. വീക്കെൻഡ് വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ഏറ്റവും നല്ല സിനിമ തിയേറ്ററിൽ ഏതാണോ അത് പോയി കാണാനാണ് പ്രേക്ഷകർക്ക് ആഗ്രഹം. അത്തരത്തിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ നല്ല സിനിമ തന്നെയാണ് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ. അങ്ങനെ നല്ല രീതിയിൽ പ്രേക്ഷകർ ഇന്ന് സിനിമ കാണാൻ എത്തിയിട്ടുണ്ട്. നമ്മൾ എന്ത് സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചാലും ചില ആളുകൾ എന്ത് തള്ളാടോ തള്ളുന്നത് എന്ന് പറയാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ സഹിതം പ്രൂഫ് കാണിക്കുന്നത്. ഓർക്കുക, 10 ദിവസം OTTയിൽ റിലീസായ DQവിൻ്റെ ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിൻ്റെ ബുക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അതും കേരളത്തിലല്ല, അതുപോലെ സിനിമ റിലീസായ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിലും അല്ല, തമിഴ്നാട്ടിലെ ഒരു ഡബ്ബിംഗ് പതിപ്പിൻ്റെ അവസ്ഥയാണത്. നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ നേടാൻ